കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്താണെന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞു. വൺ ഫംഗ്ഷൻ എന്താണെന്നും മെനി ഫംഗ്ഷൻ എന്താണെന്നും ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്നും ഇൻ ടു ഫംഗ്ഷൻ എന്താണെന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എക്സസൈസ്, അതായത് സെക്കൻഡ് എക്സസൈസ്, ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആദ്യമായി പറയുന്നത്, നമുക്ക് സാധാരണ ഈ പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് 1 ആണോ മെനി 1 ആണോ ഇൻ ടു ആണോ ഓൺ ടു ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുത്താൽ മതി. അതായത് ഏതെങ്കിലും 2 ഡിഫറെൻ്റ് എലമെൻ്റ് എടുത്തിട്ട് അതിന് സെയിം ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 അല്ല മെനി 1 ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ കോഡമൈനകത്തുള്ള ഏതെങ്കിലും എലമെൻ്റ് എടുത്തിട്ട് അതിന് ഫ്രീ ഇമേജ് ഇല്ല എന്ന് കാണിച്ചാൽ മതി. അതായത് റേഞ്ചും കോഡമൈനും സെയിം അല്ല എന്ന് കാണിച്ചാൽ മതി. പക്ഷേ നമുക്ക് സാധാരണയായി ഇതിനകത്ത് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റിയൽ ഫംഗ്ഷൻ തന്നിട്ട് അതൊരു ബൈജക്ഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യുവാനാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ആ മെത്തേഡ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ f is said to be 1 if different element of the domain has different pre-images. That means x1 not equal to x2 implies f of x1 not equal to f of x2. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ 1 ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ 1 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന്, റിയൽ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം, അതാണ് അടുത്തതായി നോക്കാനുള്ളത്. അതിനുവേണ്ടി എയും ബിയും 2 സെറ്റാണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ അതിൻ്റെ കോഡമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ കോഡമൈനകത്തുള്ള മുഴുവൻ എലമെൻസിനും ഡൊമൈൻ, അതായത് ഫസ്റ്റ് സെറ്റിനകത്ത് ഡൊമൈനകത്ത് ഒരു ഫ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ സെറ്റ്, അതായത് കോഡമൈനകത്തുള്ള ജനറൽ ആയിട്ടുള്ള ഒരു എലമെൻസിനെ വൈ ആയിട്ട് എടുക്കാം. അതായത് ബിയിലുള്ള മുഴുവൻ എലമെൻസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് വൈ എന്നുള്ളൊരു സിമ്പൽ എടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സെറ്റിനകത്ത് ഒരു എക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എക്സിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ബിയിലുള്ള മുഴുവൻ എലമെൻറ്റിനും എയിലൊരു ഫ്രീ ഇമേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡമൈനും ഈക്വലായി വരും. അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ എക്സസൈസിലെ, അതായത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിലെ ആദ്യത്തെ പ്രോബ്ലം, അതായത് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ defined by f of x equal to 1 by x is 1 and on to. That means it is a bijection where r star is the set of all non-zero real numbers. Non-zero real number means we know that if you take the reciprocal function, the domain is r minus 0 and the range is also r minus 0. Therefore r star means it is the set of all real number excluding 0. Now there is another part of the question, is the result is true if the domain r star is replaced by n with codomain being same. അതായത് നമ്മുടെ ആദ്യത്തെ സെറ്റ്, അതായത് ഡൊമൈന് പകരം ആർ സ്റ്റാറിന് പകരം n ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിലെ ഉത്തരത്തിൽ എന്തൊക്കെ മാറ്റം വരും. ഇത്രയുമാണ് നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. ആർ സ്റ്റാർ മീൻസ് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പർ. That means r minus z set
0. Now, first of all, we have to show that it is 1, 1. For that, take two elements x1, x2, element of R star. Two element x1, x2 element of R star. And take f of x1 equal to f of x2. That implies 1 by x1 is equal to 1 by x2. Cross multiplying, we get x2 is equal to x1. Therefore, f is 1, 1. Now we have to show that this function is onto. For that, take an element y in R star. This is our codomain. And take y equal to f of x. Then y equal to 1 by x. That is x equal to 1 by y. It is an element of R star, that is the domain. Since it is a non-zero real number, 1 by y is defined. Now, from this, we can write corresponding to every y element of R star, that is the codomain, there exists an x element of domain R star such that f of x equal to y, because f of 1 by x means f of 1 by y, that is 1 by y, that is equal to y, element of R star. Hence, the function is onto. ഇനി ക്വസ്റ്റ്യന് നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ ഡൊമൈനിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ആർ സ്റ്റാറിന് പകരം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറാണ് ഡൊമൈനായിട്ട് എടുത്തിരിക്കുന്നത്. റേഞ്ചിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x, where x is a natural number. So we can see that the first natural number is 1. The image of 1 by 1, that is 1. The second natural number is 2. The image of 2 is 1 by 2. Similarly, 1 by 3, 1 by 4. So you get several points like this. This is the graph of the function f of x equal to 1 by x, where x is a natural number. Now we have to check whether it is 1, 1 and onto. First of all, we can see that the range of the function is set 1, 1 by 2, 1 by 3, 1 by 4, 1 by 5, etc. That is not equal to R star. Therefore, the function is not onto. That means several real numbers are here. They have no pre-image. For example, 2 has no pre-image, 3 has no pre-image, 4 has no pre-image. Therefore, it is not onto. Now, we can see that for different natural number, their image is also different. Therefore, it is a 1-1 function. Therefore, the final answer is f of x equal to 1 by x, where it is from natural number to R star, is 1-1 but not onto. That means it is a 1-1. It is a 1-1 function. That is not 1-1 into function. That means it is a 1-1 into function.